ഒരു കവറും കൂടിയാ വാങ്ങിച്ചോ നിങ്ങൾ പൊട്ടും പറഞ്ഞോ ഇനി ഒരു കവർ വാങ്ങിച്ചിട്ട് രണ്ടും കൂടി അതിൽ ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഒരു ദിവസം തമ്പുരാമ്പടി മീൻ മാർക്കറ്റിൽ പോയിട്ട് കാലത്ത് മീൻ വാങ്ങിയിട്ട് മീൻ മുറിച്ചപ്പോൾ ആകെ ചതഞ്ഞതൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വൈകിട്ട് മീൻ വാങ്ങാൻ വന്നേക്കാണ് കേട്ടോ. കുറച്ച് ഫ്രഷ് മീൻ എപ്പോഴും വൈകിട്ട് തന്നെ കാണാറ് കേട്ടോ. അപ്പോൾ ചാളുണ്ട്, അയിലുണ്ട്, പിന്നെ ഉള്ള മീനുകൾ ഏതൊക്കെയാണ് നോക്കട്ടെ. അതാ നമ്മൾക്കുള്ള മീനാണ് മുറിക്കണത്. തെമ്മാനാണ്, നുറുക്ക് മീൻ തെമ്മാൻ. അത് കിലോ 300 പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു 3 കിലോൻ്റെ അടുത്തുള്ള മീനിൻ്റെ പകുതിയൊക്കെ വാങ്ങുക ചെയ്തു. പകുതി ഞങ്ങൾ പാപ്പനെ കൊടുത്തു, പകുതി ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ഇന്നാൾ കുറച്ച് ദിവസം മറ്റേ മീൻ വാങ്ങിച്ചപ്പോൾ മീൻ ഇങ്ങനെ നടു പൊളിക്കാണ്ട് സെൻറ്റർ കട്ട് ചെയ്ത് തരികയും ചെയ്ത്. അങ്ങനെ കട്ട് ചെയ്ത് തരുമ്പോൾ വാല് കഷ്ണം മറ്റേ കഷ്ണമാകുമ്പോൾ നല്ലോണം മാംസം ഉണ്ടാവും. ഇതിങ്ങനെ ആകുമ്പോൾ തല കൂടുതലാവുക. അപ്പോൾ നമ്മൾ മീൻ ഇപ്രാവശ്യം വാങ്ങിച്ചപ്പോൾ നമുക്ക് ചെറിയ പണി കിട്ടി. മുന്നേ വാങ്ങിച്ചപ്പോൾ മുറിക്കൽ ചൊവ്വാറുന്നില്ല. ഇപ്രാവശ്യം ഈ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് മുറിക്കുന്നുണ്ട്. ഈ ചേട്ടനാണ് നമുക്ക് ഇന്നാൾ അലുവ മുറിക്കണ പോലെ മുറിച്ചെന്ന് കാണാല്ലേ. ആ ചേട്ടൻ മുറിക്കുന്നത് 300 രൂപയ്ക്ക് 1 കിലോ തെമ്മ വാങ്ങിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടാണ് ആൾ മുറിച്ച മീൻ തന്നെ വറുത്തതായാലും കറിയായാലും കഷ്ണങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കും. കണ്ടോ, വൈകിട്ട് വരെ അടുത്താണ് നമ്മൾ മീൻ വാങ്ങാറുള്ളൂ. നല്ല കമ്പനിയാണ്. ആൾ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരും. റേറ്റൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ആക്കി തരും. വേറെ മീനുകളുണ്ടാവും. തെമ്മ ഉണ്ട്. പിന്നെ ഇത് എൻ്റെ മീനിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് അയിലുണ്ട്, ചാളുണ്ട്. ആ ചാള തന്നെ. പിന്നെ അപ്പുറത്ത് വേറൊരു മീൻകാരുണ്ട്. 2 സെക്ഷനായിട്ട്. ഈ ചേട്ടൻ, ഈ വയസ്സായ ചേട്ടനും ഒരു ടീം, ഈ ചേട്ടൻ വേറെ ടീം. ഈ ചേട്ടൻ്റെ നമ്മളെ മഞ്ഞക്കുട്ടുണ്ട്, പിന്നെ ചാളനുണ്ട്, അയിലുണ്ട്. ഇതിൻ്റെ തന്നെ ഇടത്തെ ഭാഗത്ത് ഒരു കോഴിക്കട ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ കോഴിക്കട കഴിഞ്ഞിട്ടാണ് ഈ മീൻ മാർക്കറ്റ് കേട്ടോ. ആ ചേട്ടന് മീൻ കൊടുക്കുന്നുണ്ട്, ഇവർ മീൻ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 3,200 റേഞ്ചിലുള്ള ഒരു തെമ്മ വാങ്ങിച്ചിട്ട് അതിൻ്റെ നടു പൊളിപ്പിച്ചിട്ട് 2 ആൾക്കായിട്ട് 50-50 എടുപ്പിച്ച്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴും മീനെ തലഭാഗം കൂടലാണ്. അതാണ് ഈ പ്രശ്നം. അപ്പം ഇനി മീൻ വാങ്ങുമ്പോൾ മറ്റേ തരത്തിൽ നടുമുറിച്ച് വാങ്ങാൻ പറ്റുമെങ്കിൽ നല്ല സുഖമായി. ഈ മീനൊക്കെ രസമുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു അനുഭവത്തിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ ചെറിയ വേണ്ടേന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്നാലും വൈകിട്ട് ഫ്രഷ് മീൻ കണ്ട് കയറിയതാണ്. അതിന് നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടില്ല കേട്ടോ. അത് എവിട്ട് മീൻ വാങ്ങിച്ചിട്ട് 2 ആൾക്കുള്ള മീനാണ്. അതാണ് 2 കവറിലായിട്ട് കേട്ടോ. കണ്ടില്ലേ. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദേവട്ടിനോട് ഒരു കവർ കൂടി വേണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കവർ കൂടി തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നല്ല കമ്പനി. ആ ചേട്ടൻ വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കമ്പനിയുടെ ഫോട്ടോ എടുക്കേണ്ട കാര്യം പറയുമ്പോഴൊക്കെ ആൾ കട്ടയ്ക്ക് നിൽക്കും കേട്ടോ. ഇപ്പുറത്തെ ചേട്ടൻ്റെ മീൻ ഒന്നുകൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അയില, മഞ്ഞക്കുട്ടൻ, ചാള, ഇതാണ് ഇപ്പുറത്തെ ചേട്ടൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ദേവട്ടിക്ക് അവർ കവറിലിട്ട് കൊടുത്തതെന്ന് അറിയില്ല, നോക്കട്ടെ. 2 ആളുടെ ക്യാഷും കൊടുത്തിട്ടാണ് മീൻ വാങ്ങിയത് കേട്ടോ. ദേവട്ടി ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫോട്ടോയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ആൾ നല്ല കമ്പനിയാണ്. ആൾ കൈയൊക്കെ കഴുകി സെറ്റായി ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിലിടാനാന്ന് പറഞ്ഞപ്പോൾ ആളത് കേട്ട് നിൽക്കണതാണ്. ഓക്കേ.